ഹലോ, ഇന്നും ഞാനൊരു ക്രിസ്മസ് ഡെക്കോറായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നും ഞാനൊരു സ്നോ ഫ്ലേക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ സ്നോ ഫ്ലേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കധികം ചിലവൊന്നുമില്ല. നല്ല ഭംഗിയിലെല്ലാം നമുക്ക് വീട്ടിലും ഓഫീസിലും സ്കൂളിലൊക്കെ നമുക്ക് അലങ്കരിക്കാവുന്നേ ഉള്ളൂ. എന്നിട്ടൊരു A4 ഷീറ്റിൻ്റെ നമ്മൾ 4ആക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിന് ഈ ഒരു കളർ A4 ഷീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഡബിൾ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കളറിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് മടക്കുന്ന വീഡിയോ സെയിം കളറിൻ്റെ മിസ്സായതുകൊണ്ട് കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോൻ്റെ ഇടയുന്നത്. ഈ നടു മടക്കിയതിന് ശേഷം, അതായത് നമ്മൾ 4ആക്കി പീസ് എടുത്തതിൻ്റെ പിന്നെയും നമ്മൾ മടക്കിയിട്ട് കുറച്ച് സ്ഥലം ഇട്ടിട്ട് ഇതുപോലെ മടക്കി ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു ഉറ പോലെ കിട്ടും, അതായത് ഒരു കുഴൽ പോലെ കിട്ടും. ആ കുഴൽ പോലെ കിട്ടിയത് നമ്മൾ 6 പീസാട്ടോ വേണ്ടത്. അതായത് 3 ക്രീം കളറും 3 വയലറ്റ് കളറുമാണ് വേണ്ടത്. അതുപോലെ തന്നെ 6 എണ്ണം കുഴൽ പോലെ ആക്കിയതിന് ശേഷം നമ്മൾ നടുമടക്കണം. ഒന്നും കൂടെ നടുമടക്കിയിട്ട് ആ നടുമടക്കിയതിൻ്റെ അവിടെ നടുക്കിൽ നമ്മൾ കുറച്ച് പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കൂടുതൽ പശ തേക്കണ്ട, അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒട്ടിപ്പോകും. നമ്മൾ കുറച്ച് പശ വെച്ചിട്ട് നടുക്കിൽ മാത്രം ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരു പാറ്റേൺ വരച്ചെടുക്കണം, അതായത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ മുമ്പ് ഒരു സ്നോ ഫ്ലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ സെയിം മോഡലിനേക്കാൾ ഒരു ഇത്തിരി വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ആ മോഡലൊന്ന് വെട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ചെറിയ കത്രിക വെച്ചിട്ട് വേണം വെട്ടിയെടുക്കാൻ, കാരണം നമ്മൾ കൂടുതൽ പേപ്പർ കട്ടായി പോകാതെ കറക്റ്റ് ആ പാറ്റേണിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കി ചെയ്യണം. അതുപോലെ തന്നെ ഇത് അമ്മമാർ പഠിച്ചിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ സ്കൂളിലൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ഈ ട്രീ പോലെ ഉണ്ടാക്കുന്നതിലൊക്കെ നമുക്കിതൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ക്രിസ്മസ് നമുക്ക് വളരെ ചിലവ് കുറച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ആകെ പേപ്പറും പിന്നെ പശയും മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് പാറ്റേൺ കിട്ടും ഇതിൻ്റെ. അതുപോലെ നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ കയറിയിട്ട് മുമ്പത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വെട്ടിയെടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഈ സെയിം ഇതൊരു അച്ചു പോലെയോ ടെംപ്ലേറ്റ് പോലെ യൂസ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മടക്കി വെച്ചേക്കുന്ന ബാലൻസ് ഷീറ്റിലെല്ലാം തന്നെ ഇതുപോലെ സെയിം പാറ്റേൺ വരച്ചെടുത്ത് വെട്ടിയെടുക്കുക. അതിന് ശേഷം ഓരോ കളറും ഒന്നടവിട്ടിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നടുക്കിൽ മാത്രം പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. 2 സൈഡിലും 2 പാറ്റേൺ ആയതുകൊണ്ട്, ഇത് ഒരു പേപ്പറിൽ 2 സൈഡിൽ 2 പാറ്റേൺ ആയതുകൊണ്ട് നമ്മൾ പാറ്റേൺ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വിടർത്തുന്ന സമയത്ത് അതിൻ്റെ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോന്നും ഞാൻ ആദ്യം വയലറ്റ് പിന്നെ ക്രീം കളർ അങ്ങനെയാട്ടോ ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. ഇത് വേണമെങ്കിൽ മൾട്ടി കളറിലൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാതും വേറെ കളറിൽ എടുക്കുകയാണെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടതെല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും എക്സ്ട്രാ ഒട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ വിടർത്തുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുന്നത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ കളർ കോമ്പിനേഷൻ, നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. കണ്ടോ, എന്നിട്ട് ലാസ്റ്റ് വന്ന് നമ്മളിപ്പോൾ അങ്ങനെ മടക്കുന്നില്ലേ, അവിടെ ഇതുപോലെ തന്നെ പശ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. എന്നാലും കറക്റ്റ് ആ റൗണ്ടിൽ നമുക്കതിങ്ങനെ കിട്ടുള്ളൂ. അപ്പം നോക്കിയിട്ട് വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, സിമ്പിളായിട്ട് കണ്ടോ, ഇത്രയും നല്ല ഭംഗിയുള്ള സ്ലോ ഫ്ലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. പിന്നെ അടുത്തൊരു വീഡിയോ വേറൊരു വെറൈറ്റി വീഡിയോ